ഈ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും ഈ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസത്തോടുകൂടെ, ഒരുക്കത്തോടുകൂടെ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പസമയം നമുക്ക് മൗനമായി, നിശബ്ദമായി, ശാന്തമായി ദൈവ സന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ കൂടി വരുവാനും കർത്താവെ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാനും നീ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ കാത്തു പരിപാലിച്ച് ഈ പുതിയ പ്രഭാതം കാണുവാൻ നീ ഞങ്ങളെ ഇടയാക്കി. അതിലുപരിയായി കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ കൂട്ടായ്മ കൂടി വരെ ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ സൂം മാധ്യമത്തിലൂടെ ഞങ്ങൾക്ക് ഈ നാളുകളിലൊക്കെ കൂടി വരുവാനും അങ്ങേ ആരാധിപ്പാനും ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ കൂട്ടായ്മ ബന്ധത്തിൽ ശക്തിപ്പെടുവാനും നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിശ്വാസത്തോടുകൂടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നല്ലോ. അതിനായിട്ട് സ്തുതിക്കുന്ന കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, സാഹചര്യങ്ങളിൽ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ ആരെങ്കിലും ഒക്കെ കടന്നു പോകുന്നെങ്കിൽ കർത്താവെ, ഈ പകൽക്കാലം അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ. അവരുടെ പ്രയാസങ്ങളൊക്കെ അവിടുന്ന് മാറ്റണമേ. കർത്താവെ, അവര് ശരീരത്തിലും ആത്മാവിലും വിശ്വാസത്തിലും ഒക്കെ ഒരുപോലെ ശക്തിപ്പെട്ട് ബലപ്പെട്ട് നിനക്കുള്ളവരായി തുടർന്നും ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ, കൂട്ടിച്ചേരുവാൻ ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. ഇന്ന് പാട്ടുകൾ പാടുന്നവരെയും വചനം വായിക്കുന്നവരെയും പ്രസ്താവിക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം ഓർക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ഫലമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവകൃപയിൽ നിറഞ്ഞ് നിർവഹിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ആരുടെയും പേരിനോ പ്രശസ്തിക്കോ മഹത്വത്തിനുമായി തീരാതെ എല്ലാം തിരുകൃപയുടെ കർത്താവെ, തിരുകൃപയ്ക്കായി തീരുവാൻ, അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ, മുഖാന്തരമാകുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ഇന്ന് പാട്ട് പാടുന്നത് അഞ്ജു ആണ്. അതിന് ശേഷം 48-ാമത്തെ സങ്കീർത്തനം ജെസി ആൻഡി വായിക്കും. അഞ്ജു ഇപ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. കേൾക്കാം. യെസ്. പ്രാർത്ഥനാ ഗീതങ്ങളിലെ 195-ാമത്തെ പാട്ടാണ്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും
വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ, ഞാൻ അവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. നെക്സ്റ്റ് സോങ് 23, സോങ് നമ്പർ 23. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ
അകന്നങ്ങു മാറിടുമ്പോ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവനെ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനെ യേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. താങ്ക് യു അച്ഛാ. താങ്ക് യു അഞ്ജു. ഇപ്പോൾ ജെസി ജോസഫ് ആൻറ്റി സങ്കീർത്തനം വായിക്കും. കേൾക്കാമല്ലോ അച്ഛാ? കേൾക്കാൻ വേണ്ടി. യെസ്. ഇന്ന് ഈ ഫാസ്റ്റിംഗ് പ്രേയറിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 48, സാംസ് 48. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതാ, രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ച് കടന്നുപോയി. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ചു ഓടിപ്പോയി. അവർക്കും അവിടെ വിറയൽ പിടിച്ചു, നോവ് കിട്ടിയവൾക്കെന്ന പോലെ വേദന പിടിച്ചു. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നഗരത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു. ദൈവം അതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവമേ, നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു. നിന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നു. നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. സിയോനെ ചുറ്റി നടന്ന് പ്രദക്ഷിണം ചെയ്യുവീൻ, അതിന്റെ ഗോപുരങ്ങളെ എണ്ണുവീൻ. വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിനോ അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ചു അരമനകളെ നടന്നു നോക്കുവീൻ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമെങ്കിലും ഇപ്പോഴും നേരത്തെ പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവാസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനായിട്ട്
ദൈവം നമുക്ക് ഇടയാക്കുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി നമ്മെ പരിപാലിച്ചു, നമ്മെ വഴി നടത്തി. കഴിഞ്ഞ രാത്രികാലം മാത്രമല്ല, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവത്തിന്റെ വലിയ കൃപയും ദൈവത്തിന്റെ വലിയ ആലോചനയും ദൈവത്തിന്റെ വലിയ നടത്തിപ്പും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ധാരാളമായിട്ട് അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ച വൻകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്സിനായി, നമ്മുടെ ആരോഗ്യത്തിനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ചുറ്റുപാടുകൾക്കായിട്ടും ദൈവത്തിന് സ്തുതിക്കാം. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന, നാം പ്രാപിക്കുന്ന ദൈവകൃപകൾക്കൊത്തവണ്ണം വിശുദ്ധിയോടെ, ദൈവികമായ ബോധ്യത്തോടുകൂടെ ആത്മീയമായി ജീവിക്കുവാനുള്ള നമ്മുടെ പരാജയങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ വാക്കിൽ, നമ്മുടെ നോക്കിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ വന്നു പോകുന്ന, അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു പോകുന്ന വീഴ്ചകളെ ദൈവ സന്നിധിയിൽ നമുക്ക് ഓർത്ത് ദൈവക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാൾതോറും ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് പരമേൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മെ സഭയായി നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മുടെ ജീവിത യാത്രയിൽ, വഴിയാത്രയിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവകൃപകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു സഭ എന്നുള്ള നിലയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ വാഴ്ത്താം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ആരാധനാലയത്തിനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകളും നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ സഭയ്ക്കകത്തും പുറത്തുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ ആരാധനകളെയും കൂട്ടങ്ങളെയും കൂട്ടായ്മകളെയും നമുക്ക് ഓർക്കാം. ഞായറാഴ്ചകളിൽ നടക്കുന്ന ആരാധനകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കോട്ടേജ് പ്രയറുകളെ ഓർക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടിച്ചേരലുകളിലൂടെ, നമ്മുടെ ആരാധനകളിലൂടെ കൂടുതൽ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം. അവയിലൂടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകളെയും ഓർക്കാം. വേദപുസ്തക പഠനങ്ങൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒട്ടനവധി നമ്മൾ സംഘടനകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതിലൂടെ എല്ലാം ദൈവനാമഹത്വപ്പെടുവാനും നമ്മുടെ സഭയുടെ ആത്മീയമായ ഐക്യം കൂടുതൽ ബലപ്പെടുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്ത്രീജന സഖ്യത്തെ ഓർക്കാം. ലൈറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അർപ്പിക്കുന്ന ശുശ്രൂഷകൾ, നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ സഭയെ ശക്തിപ്പെടുത്തണമേ, സഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഹൈദരാബാദിന്റെ പല ഇടങ്ങളിലായിട്ട് നമ്മളൊക്കെ ചിതറിപ്പാർക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ, നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവർ, ഫാമിലി റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിബന്ധങ്ങളോ അനുഭവിക്കുന്നവർ, അങ്ങനെ പലതരത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ദൈവം സന്ദർശിച്ച് അവരെ അനുഗ്രഹിച്ച് അവരെ നന്മയോടെ മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സീനിയേഴ്സിനെയും നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതാനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിന്റെ ബലഹീനതകളിലും പരിമിതികളിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. KC ചെറിയാനങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആന്റിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. മേരി ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാറാമ കുര്യൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ കോശി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിതത്തിൽ പ്രായമാവുകയും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്ത നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. പ്രത്യേകിച്ച് ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർക്കൊക്കെ വേണ്ട ആരോഗ്യവും ബലവും ദൈവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും ഓർക്കാം. സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ചാച്ചമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും ഷമലൂട്ടി അങ്കിളിനെയും ഓർക്കാം. ലിസി ആന്റിയെയും AC എബ്രഹാം അങ്കിളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ഒരു ദൈവം നടത്തണമേ, പരിപാലിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആന്റിയെയും റോയ് അങ്കിളിനെയും ഓർക്കാം. പ്രത്യേകിച്ച് റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയദാസന് വേണ്ട ആരോഗ്യവും ബലവും ദൈവകൃപയും ഒക്കെ നാളുകളിൽ നൽകണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. കണ്ണിന്റെ കാഴ്ച പ്രയാസമുള്ള ആലീസ് ആന്റിക്ക് വേണ്ടി, മറിയാമ്മ ആന്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ക്ലേശപ്പെടുന്നവർ അനേകരുണ്ട്. ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്നവർ, പ്രഷർ, ഷുഗർ അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്നവരെ പ്രത്യേകം ഓർക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ ആയിരിക്കുന്നവർ, കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസർ സർവൈവേഴ്സിനെ എല്ലാം നമുക്ക് ഓർക്കാം. ആരോടെങ്കിലും തങ്ങളുടെ രോഗാവസ്ഥയെക്കുറിച്ച് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും വിവേകവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ള, അനുസരണമുള്ള നല്ല തലമുറയായിട്ട് അവർ മുതിർന്നു വരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന, ഡിഗ്രി പഠനം ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. PGക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം.
പഠനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ദൈവം അവരായിരിക്കുന്നിടത്ത് അവരെ കാക്കണമേ, പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ദൈവം അവരുടെ പഠനത്തിനനുസരിച്ചുള്ള നല്ല ഉപജീവന മാർഗങ്ങളെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ഉപജീവന മാർഗങ്ങൾ നൽകി, തൊഴിൽ നൽകി അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലി സ്ഥലങ്ങളിൽ പലവിധമായ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയുടെ സ്ട്രെസ്സുകള്, മറ്റു ആവശ്യങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രത്യേക ഒരു നിമിഷം പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജോലി കാര്യം, കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ വളർച്ച, അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ നന്നായി നിർവഹിപ്പാൻ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമത്തെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം അവർക്ക് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള, സിംഗിൾ ആയിട്ടുള്ള, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി അവരെ അനുഗ്രഹത്തോടെ മുൻപോട്ട് നടത്തണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വന്തമായി ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരെ ഓർക്കാം. അവർക്ക് ഭവനങ്ങൾ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വാഹനം ഇല്ലാത്തവരെ ഓർക്കാം. ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. ദൈവം സ്വർഗീയമായ കലവറകൾ തുറന്ന് ദൈവം അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജോലി സ്ഥലങ്ങളെയും ഓർക്കാം. പല നിലകളിലെ ജോലിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. സ്വന്തമായിട്ട് ബിസിനസ്സുകൾ നടത്തുന്നവരെ ഓർക്കാം. അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. നമ്മുടെ ഉപജീവന മാർഗങ്ങളെയൊക്കെ ദൈവം വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയും, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രാജ്യത്തുള്ള എല്ലാ ദുർബല വിഭാഗങ്ങളെയും മൈനോറിറ്റീസിനെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വടക്കേ ഇന്ത്യയിൽ ഉള്ള എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ഛത്തീസ്ഗഡിലും ഒറീസയിലും ഒക്കെ ക്രൈസ്തവ സഭകളൊക്കെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭാപ്രവർത്തകർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ജനങ്ങളെ ഓർക്കാം. അവിടെയുള്ള മിഷണറിമാരെ ഓർക്കാം. നമ്മുടെ സ്ഥാപനങ്ങളെ ഓർക്കാം. പ്രവർത്തനങ്ങളെ ഓർക്കാം. ദൈവം അവരെയൊക്കെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. അവരുടെ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ മിഷണറിമാരെ നമുക്ക് ഓർക്കാം. ദൈവം അനുഗ്രഹത്തോടെ അവരെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങളാലും യുദ്ധക്കെടുതികളാലും ഭാരപ്പെടുന്ന ജനങ്ങളെയും രാജ്യങ്ങളെയും ജനവിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗാസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭങ്ങളാലൊക്കെ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിലൊക്കെ, കേരളത്തില്, ഹൈദരാബാദിലും ഒക്കെ മഴയുടെ പ്രയാസം അനുഭവിക്കുന്ന, കെടുതി അനുഭവിക്കുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂടിവരവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ നമുക്കെല്ലാം നന്മയും അനുഗ്രഹവുമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ ആത്മീയ അനുഭവമാകുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളെല്ലാം ദൈവം ആരോഗ്യത്തോടെ പരിപാലിച്ച് മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളോട് ആരെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈ നിമിഷം നമുക്ക് പ്രാർത്ഥനയിൽ സമർപ്പിക്കാം.
എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം നീതു നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. അച്ഛാ, ഓഡിബിൾ ആണോ ഞാൻ? യെസ്. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഇനി നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഇത്രയും മക്കൾക്ക് ഒന്നിച്ച് ദൈവമേ കർത്താവേ, ഹല്ലേലൂയ, ഈ ദിവസം ആയിരിക്കാൻ തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മഴയിൽ തണുത്ത് വിറങ്ങലിച്ച ഒരു പ്രഭാതത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്ത പ്രിയപ്പെട്ടവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അപ്പോൾ കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലായിരുന്ന് വളരെ സ്വസ്ഥമായി ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ അങ്ങ് ഒരുക്കി തന്ന ഈ മുഖാന്തരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. അങ്ങ് സർവശക്തനാണ്. അങ്ങ് അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ലല്ലോ ദൈവം. അങ്ങ് സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ് കർത്താവെ. എൻ്റെ യേശുവെ, ഞങ്ങൾക്ക് കൺട്രോളബിൾസും അൺകൺട്രോളബിൾസും ഉണ്ട് കർത്താവെ. എന്നാൽ അങ്ങയുടെ പക്കൽ അതില്ല. എവറിത്തിങ് ഈസ് അണ്ടർ യുവർ കൺട്രോൾ. ആ ദൈവത്തിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. അങ്ങ് സൈന്യങ്ങളുടെ യഹോവയാകുന്നു. അങ്ങ് ഞങ്ങളുടെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞങ്ങൾ കുലുങ്ങിപ്പോകയില്ല കർത്താവെ. ഈ പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ പാപം കൂടാതെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ നോട്ടം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ പ്രവൃത്തി ഒക്കെ അങ്ങയ്ക്ക് ഹിതമാമണ്ണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം. സുഖമായ ഉറക്കത്തെ തന്നതിനായി സ്തോത്രം. ഈ പുതു ദിവസത്തിൽ പുതുജീവൻ ഞങ്ങളിൽ തന്നതിനാൽ സ്തോത്രം. ഇതൊന്നും ഞങ്ങളുടെ മിടുക്കല്ലപ്പ. അങ്ങയുടെ ദാനമത്രയെന്ന് തിരിച്ചറിവ് തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും അങ്ങ് വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവെ. പ്രത്യേകിച്ച് എന്റെ നേതൃത്വം നൽകുന്ന അച്ഛനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ, നിന്റെ മകന്റെ സമർപ്പണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജീവനുള്ള നാളൊക്കെയും അങ്ങേ സാക്ഷീകരിച്ച് ദൈവമേ, ഞങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിപ്പാനുള്ള കൃപ നിന്റെ മകന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ അപ്പച്ചൻ. ആയുസ് കൊടുക്കണമേ അപ്പച്ചൻ. ആരോഗ്യം കൊടുക്കണേ അപ്പച്ചൻ. ബലവും ശക്തിയും ക്രിസ്തീയ കൃപയിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കൊച്ചുമ്മയ്ക്കായി സ്തോത്രം കർത്താവെ. നിന്റെ ദാസി ഇത്രത്തോളം അങ്ങ് നടത്തി കരുതി വേദനകളും പ്രയാസങ്ങളും ഒക്കെ കൂടെ ഉണ്ടായി. പൊന്നു കർത്താവെ, പൂർണ്ണ സൗഖ്യം കൊടുത്ത് സന്തോഷത്തോടെ കർത്താവെ ആരാധനയിലൊക്കെ സജീവമാകാനുള്ള കൃപ നിന്റെ ദാസിക്ക് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ചേച്ചിയുടെ എല്ലാ വേദനയിലും പ്രയാസത്തിലും നിന്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ചൻ. അവരെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഹൈദരാബാദിന്റെ ദേശത്ത് അവരായിരിക്കുമ്പോൾ എൻ്റെ പിതാവെ, ഇവിടെ സെർവ് ചെയ്യുന്ന അത്രയും കാലം പ്രൈസ് ദി ലോർഡ് കർത്താവെ, അത് അവർക്ക് ഏറ്റവും മനോഹരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് അൽമെത്രയ്ക്കായി സ്തോത്രം. നിന്റെ മകളായിരിക്കുന്ന ഇടത്ത് നിന്റെ മകളെ നീ അനുഗ്രഹിക്കണമേ. അവൾക്ക് നല്ലതെന്തെന്നങ്ങ് കാണിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും വഴിതെറ്റി പോകാൻ അപ്പച്ച ഐഡിയാകില്ലേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, മകനായി സ്തോത്രം കർത്താവെ. അവന്റെ ടീനേജിലൊക്കെ എൻ്റെ അപ്പച്ച അവൻ അതിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ദൈവമേ, അവന് വേണ്ടതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ കുടുംബം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ സ്നാനപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ സഭ അത് ഞങ്ങളാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ഉള്ളിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ ആഴ്ചയും വന്ന് കൂടുമ്പോൾ കർത്താവെ, ഹായ് ബായ് പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് പിരിയുമ്പോഴും ഞങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളുടെ ശരീരങ്ങളെയും മനസ്സുകളെയും ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ ഞങ്ങളുടെ പ്രവൃത്തികളെ, ഞങ്ങളുടെ വാക്കുകളെ, ഞങ്ങളുടെ ഡീലിങ്സിനെ ഒക്കെ കർത്താവെ അങ്ങ്
ശരിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കറക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭ വളരുവാൻ ദൈവമേ തമ്മിലല്ല കർത്താവേ ഞങ്ങൾക്ക് മത്സരം, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ആ ഒരു വലിയ ഒരു ഡിസേൺമെന്റ് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ മനസ്സൊരുക്കമുള്ളവരായി ജീവിപ്പാൻ, അനീതിയോട് പോരാടുവാൻ, സാത്താനോട് എതിരിടുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആത്മാവിൽ ഞങ്ങളെ ഒരുക്കണമേ അപ്പച്ച. പലപ്പോഴും ഞങ്ങൾ വല്ലാതെ തോറ്റുപോകുന്നു പിതാവേ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. പലതും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഓരോ കാര്യം നേടുമ്പോഴും അത് ഞങ്ങളുടെ വിഗ്രഹമായി മാറുകയാണല്ലോ ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പ. നീ തരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ഓരോ കാര്യവും അത് ദൈവനാമ മഹത്വത്തിനാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഏവർക്കും ഉള്ളിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. ഞങ്ങളെ കൈവിടല്ലേ, ഉപേക്ഷിക്കും ദൈവമേ. ഞങ്ങളുടെ സഭാ കർത്താവേ, ഈ ഹൈദരാബാദിന്റെ വിവിധ ദേശങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ വളർന്നു വരുവാൻ ഞങ്ങളുടെ ഇടവകയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹൈടെക് സിറ്റി ഏരിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ സാപ്റ്റൈപ്പ് വർഷിപ്പിനെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ് കർത്താവെ. ദൈവമേ ഒരുക്കമുള്ള സഭയായി ഹൈടെക് സിറ്റി മാത്രമല്ല പലയിടത്തും ഞങ്ങളുടെ സഭ വളർന്നു വരുവാൻ ഞങ്ങളുടെ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ചേർച്ച് കമ്മിറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ ഞങ്ങൾക്ക് സ്ഥാനം തരുന്നത്, ഞങ്ങളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് അതെന്താണെന്നുള്ള സത്യം മനസ്സിലാക്കി അനുഗ്രഹിക്കപ്പെട്ട് ശുശ്രൂഷ നടത്തുവാൻ ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ഓക്സിലറീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ പക്ഷാ. നാളെ അവരാണല്ലോ ഈ പള്ളി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണേ അപ്പച്ചാ. ദൈവമുള്ള മക്കളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുറച്ചു നേരം ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുത്തിട്ട് പോകാനല്ല കർത്താവ്. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ അപ്പച്ചാ. ഞങ്ങളിൽ കൂടെ ക്രിസ്തുവിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിപ്പാൻ പ്രൈസ് ദി ലോർഡ് കർത്താവേ ഞങ്ങൾ ഓരോ ടീച്ചേഴ്സിനെയും അങ്ങ് രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ അപ്പച്ചാ. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ വരുന്നത് കർത്താവ് എന്റെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ കാണുന്ന ഇടമായി അവർക്ക് തോന്നുവാൻ അതിനുവേണ്ടി ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ ഞങ്ങളുടെ യൂത്തിനായി സ്തോത്രം കർത്താവ്. യൂത്ത് ഫെലോഷിപ്പിനെ അനുഗ്രഹിക്കണം. അവർ നടത്താൻ പോകുന്ന റിട്രീറ്റ്സിനെയും ബൈബിൾ സ്റ്റഡിയും ഒക്കെ അനുഗ്രഹിക്കണമേ. യൗവനത്തിൽ സൃഷ്ടാവിനെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ ഞങ്ങളുടെ കൊയറിനെ അനുഗ്രഹിക്കണമേ. പാടുന്നത് എന്താണെന്ന് അർത്ഥമറിഞ്ഞു പാടുവാൻ ദൈവത്തിലേക്ക് അവരുടെ ജീവിതങ്ങളെ സമർപ്പിപ്പാൻ ഓരോ കൊയർ മെമ്പേഴ്സിനെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്റെ കർത്താവെ ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനായി സ്തോത്രം. ഓരോ വിമൻസ് ഫെലോഷിപ്പിന്റെ ഓരോ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ പച്ച. എല്ലാ ദൈവനാമ മഹത്വത്തിനായി ചെയ്യുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ പച്ച. അങ്ങ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ചേർക്കുന്നത് അങ്ങാണ്. അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനം കാഴ്ചവെപ്പാൻ യങ് കപ്പിൾസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് ഞങ്ങളുടെ ലേറ്റി ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞ നാഥ, മരണാവസാനത്തോളം കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ആക്റ്റീവായിരിക്കാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ചോ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മ അങ്ങ് അനുഗ്രഹിക്കണം. തുടങ്ങിയ സമയം തൊട്ട് കർത്താവെ ഈ ദിവസം വരെ ഇത്രത്തോളം അനുഗ്രഹിച്ച നാഥ അങ്ങ് സഹായിക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. ദൈവമേ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് പോലും കർത്താവെ അങ്ങേ കേൾക്കുവാൻ
പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഉള്ളൊരു മുഖാന്തരമാക്കി ഈ ഉപവാസ പ്രാർത്ഥന അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പച്ച. എന്റെ കർത്താവേ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ തലവണക്കിയിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവേ. എല്ലാവരെയും എത്രയും പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ടോ ഈ നമ്പേഴ്സിൽ കൂടുതൽ ഞങ്ങൾക്കറിയത്തില്ല എത്ര പേര് ഈ ഓരോ ഫോണിന്റെയും പുറകിലിരുന്ന് ഓരോ സിസ്റ്റത്തിന്റെയും പുറകിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കണം എന്റെ അപ്പച്ച. ദൈവമേ, ഞങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് അച്ഛനെയോ കമ്മിറ്റിക്കാരെയോ പേര് കാണിക്കാൻ വേണ്ടി അല്ല കർത്താവ്. അതിനുവേണ്ടി ആയിരിക്കും കർത്താവ്. ഞങ്ങൾക്ക് മനഃപൂർവ്വമായി പ്രാർത്ഥിപ്പാൻ, അല്പസമയം പ്രാർത്ഥനയിൽ ഐക്യമത്യപ്പെട്ടിരിക്കുവാൻ ഒക്കെ കർത്താവെ ഞങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കണം എന്റെ അപ്പച്ച. എന്റെ യേശുവേ, ഞങ്ങളുടെ ഇടയിൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഏവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ക്യാൻസറായും സ്ട്രോക്കായും ഹാർട്ട് അറ്റാക്കായും വിവിധ വീഴ്ചകളാലും ഭാരങ്ങളാലും ഞങ്ങളുടെ ഇടയിൽ കഷ്ടപ്പെടുന്നവരുണ്ടപ്പ. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ വേർപാട്, ഞങ്ങളെ സ്നേഹിക്കുന്നവർ രോഗത്തിന് അനുഭവപ്പെടുന്നതൊക്കെ വലിയ സങ്കടമാണ്. അങ്ങാണല്ലോ സൗഖ്യം തരുന്നത്. പ്രത്യേകിച്ച് കർത്താവെ, ട്രീറ്റ്മെന്റിലിരിക്കുന്ന ഏവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. വൈദ്യനങ്ങാണ്. പ്രൈസ് ദി ലോർഡ് കർത്താവ്. ഞങ്ങൾക്ക് സൗഖ്യം തരുന്നത് അങ്ങാണ്. പൂർണ്ണ വിടുതൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലും കൂടുതൽ കഷ്ടം അങ്ങ് ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ. ഓരോ പരീക്ഷയോടും കൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവം. ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ സ്തോത്രം. നീ അനാഥർക്ക് പിതാവും വിധമാർക്കനായ ബാലകനും രോഗികൾക്ക് സൗഖ്യദായകമായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവ്. ദൈവമേ, എല്ലാ രോഗത്തിന്റെയും ഭാരത്തിന്റെ അവസ്ഥയിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണേ അപ്പച്ച. സ്ട്രോക്ക് ഒക്കെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ദൈവമേ, കീമോ ഒക്കെ ചെയ്യുന്നവരുടെ വേദന, അവരുടെ ബുദ്ധിമുട്ട് ഒക്കെ അങ്ങ് അറിയുന്നിടത്ത് ദൈവമേ, അങ്ങ് സൗഖ്യം കൊടുക്കണമേ, ബലം കൊടുക്കണമേ. അങ്ങയാൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ് കർത്താവേ. എല്ലാരെയും അങ്ങ് സൗഖ്യപ്പെടുത്തണം. ദീനത്തിൽ ഞങ്ങളുടെ കിടക്ക മാറ്റിവരിക്കുന്ന പിതാവേ, സൗഖ്യം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ എല്ലാ പ്രായമുള്ളവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, അവരുടെ വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ പിതാവെ അങ്ങവർക്ക് നൽതുണയായിരിക്കണം. അങ്ങവർക്ക് മാതാവും പിതാവും ഗുരുവും വഴികാട്ടിയും ഒക്കെയായി അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയിലെ എല്ലാ പ്രിയപ്പെട്ടവരെ അങ്കിളുമാരെ ആന്റിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പള്ളി വരാൻ കഴിയാത്തവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കണേ. അച്ഛൻ പേര് പറഞ്ഞ് എല്ലാവരെയും സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണ സൗഖ്യം ദൈവ കർത്താവെ, ആശ്വാസം, കൃപ അവർക്ക് കൊടുക്കണമേ. അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള വലിയ ബലം അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ അപ്പച്ച. രമേ, ഹല്ലേലൂയ. വിവിധ ആവശ്യങ്ങളുമായി ഞങ്ങളുടെ സന്നിധി ഇരിക്കുന്നവർ, രമേ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. അവരുടെ ആവശ്യങ്ങളൊക്കെ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്ന കർത്താവെ. അങ്ങ് വഴിവാതിലുകളെ തുറന്നു കൊടുക്കണമേ അപ്പച്ച. വലിയ ലേ ഓഫ്സും ഒക്കെ IT-സും എല്ലാ കമ്പനീസും നടത്തുമ്പോൾ എന്റെ പിതാവെ, പുതിയ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ അങ്ങാണ് തുറക്കുന്നത്. ഹല്ലേലൂയ. ചെങ്കടലിനെ പിളർന്ന ദൈവമേ, അവർ ആവശ്യങ്ങളെ അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരെ പ്രാർത്ഥിക്കും. വഴിവാതിലുകളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് വർക്ക് സ്ട്രെസ്സിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കും. ഭവനങ്ങളിൽ കർത്താവെ, ഏതെങ്കിലും തരത്തിലെ വിഷമത്തില്, ഡിപ്രഷനിൽ, ആങ്സൈറ്റിയിലൊക്കെ ആയിരിക്കുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങാണ്. ഹല്ലേലൂയ. ഏത് അന്ധകാരത്തിലിരുന്നാലും അവിടെ ഞങ്ങളെ തേടി വരുന്ന പിതാവ് അങ്ങായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവ്. ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു നന്മയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ്, ഇങ്ങനെ വിവിധ ആവശ്യഭാരങ്ങളിൽ ഇരിക്കുന്നവര്
ദൈവമേ ഞങ്ങളുടെ ചുറ്റുമുള്ളവര് കർത്താവെ, ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നവര്, പ്രത്യേകിച്ച് ഈ മഴയുടെ കെടുതിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാത്തവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. ഉത്തരാഖണ്ഡിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം. ഒരു നിമിഷം കൊണ്ട് ജീവിക്കുന്ന ഇടങ്ങളൊക്കെ ഞങ്ങളുടെ തൂത്തുമാഞ്ഞു പെടുമ്പോൾ കർത്താവെ പോകുമ്പോ മണ്ണിനടിയിലായ ജീവിതങ്ങളുണ്ട് കർത്താവ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവരോട് എന്ത് സമാധാനം പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പിതാ. എന്റെ കർത്താവെ, ഉത്തരാഖണ്ഡിലുള്ള കർത്താവെ, എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. ദൈവമേ ഹല്ലേലൂയ. സുവിശേഷം എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഞങ്ങളിലുണ്ട് കർത്താവെ. എന്നിട്ടും ദൈവമേ ഞങ്ങൾ ഒരാളോട് പോലും ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നില്ലല്ലോ പിതാവേ. ഞങ്ങളോട് ക്ഷമിക്കണേപ്പാ. ദൈവമേ മിഷൻ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാരെയും, ദൈവമേ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേർച്ച് ഓർ ഡിനോമിനേഷൻ, എല്ലാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരെയൊക്കെ കർത്താവെ, അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ അപ്പച്ച. അവരിൽ കൂടെ അനേകർ ദൈവത്തിലാകുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, വിവിധ ഇടങ്ങളിൽ യുദ്ധവും ദൈവമേ ഹല്ലേലൂയ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് കർത്താവെ, ടാക്സ് ദൈവമേ, ഇതൊക്കെ വലയുന്ന എല്ലാ ജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ യുദ്ധം കാരണം ഫുഡ് സപ്ലൈസ് ഒന്നും കിട്ടാത്തവരുണ്ട് കർത്താവ്. എല്ലാരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. ക്ഷീണത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, ചെറുതും വലുതുമായ വിവിധ വേദനകളിൽ ഭാരങ്ങളിൽ ഇരിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, ഇപ്പൊ പനി ഒത്തിരി പേർക്ക് കോമൺ ആണ് കർത്താവെ. കോൾഡും കോഫും ഉള്ളവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൗഖ്യത്തോടെ ദൈവമേ ഹല്ലേലൂയ ആയിരിക്കാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവെ, മാമോദിസയാൽ സഭയോട് ചേരുവാനിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ അപ്പച്ച. ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ അപ്പച്ച. എന്റെ കർത്താവെ, ഇനി നടക്കാൻ പോകുന്ന കൊയറിന്റെ പ്രോഗ്രാംസിനൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ മുമ്പിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല കർത്താവെ. എല്ലാ ഇംപെർഫെക്ഷനോടും കൂടിയ, വീക്ക്നെസ്സോടും കൂടിയ സാധാ മനുഷ്യരാണ്. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ, ഞങ്ങളെ വിടുവിപ്പാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ കർത്താവ്. ഞങ്ങളുടെ ബുദ്ധിയോ ഞങ്ങളുടെ ധനമോ ഒന്നും ഞങ്ങളെ സഹായിക്കുന്നില്ലല്ലോ പിതാവേ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം കർത്താവ്. പലപ്പോഴും കർത്താവെ, ഫറവോൻ പിന്നിലും ചെങ്കടൽ മുന്നിലുമായി ഞങ്ങൾ നിൽക്കുമ്പോൾ കർത്താവെ, ഞാൻ തീയിൽ കൂടി നടന്നാലും അതെന്നെ ബാധിക്കില്ല എന്നുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇനി മടുത്തു, ഞങ്ങളുടെ പ്രതീക്ഷ അസ്തമിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ടി ഉദിച്ചു വരുന്ന വലിയ സൂര്യനാണെന്ന്, ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ദൈവമാണെന്ന് കർത്താവ്. ദൈവമേ ഹല്ലേലൂയ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിനംതോറും അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിട്ടുപോയ കാര്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ പ്രത്യേകിച്ച് ഞങ്ങളുടെ CSA സഭയെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഡയസിസിനെ അനുഗ്രഹിക്കണമേ, പ്രവർത്തനങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ വീക്കെൻഡ് എല്ലാരും കർത്താവെ ഒന്നിച്ചായിരിക്കുമ്പോൾ എൻ്റെ അപ്പച്ച ഹല്ലേലൂയ, അപ്പച്ചൻ എല്ലാവരും വഴി നടത്തി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് 10th 12th ഒക്കെ ആയിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ആരും കർത്താവെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്ഡ് ആയി പോകാതെ കർത്താവെ അങ്ങിൽ ആശ്വാസം കണ്ടെത്തുവാൻ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജ്ഞാനം അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ ആവശ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദൈവമേ, ഞങ്ങളുടെ വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ.
പ്രാർത്ഥനകളെ കുറവുകളൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥന സ്വരത്തിൽ അത് കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ചുയർത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു നീതു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പുതിയ പ്രഭാതത്തിൽ പകൽക്കാലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിലും ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നമുക്ക് ഭാഗ്യവും അവസരവും ഒക്കെ തന്നല്ലോ. ആരോഗ്യമുള്ളവരായി ആയുസ്സുള്ളവരായിട്ടൊക്കെ ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പല സന്ദർഭങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ചും ആ പ്രത്യക്ഷപ്പെടലുകളുടെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ആത്മീയമായ നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുന്ന ചിന്തകളുമാണ് നമ്മൾ ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു യാത്രയാണ്. മെഡിറ്റേഷൻ ഈസ് എ ട്രാവൽ. അതൊരു സഞ്ചാരമാണ്. വി ആർ അലൗവിങ് അവർ ഇന്റലക്ട്, അവർ കോൺഷ്യസ്നസ് ടു ട്രാവൽ വിത്ത് ദ വേർഡ്. ദൈവത്തിൻ്റെ വചനത്തോടൊപ്പമുള്ള നമ്മുടെ ബോധ്യങ്ങളുടെ, നമ്മുടെ വിവേകത്തിൻ്റെ, ബുദ്ധിയുടെ ഒക്കെ ഉള്ള യാത്രയ്ക്കാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം, യാനം, ധിയാനം, ബുദ്ധി എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ. ധിയാനം, ബുദ്ധിയുടെ, പ്രജ്ഞയുടെ യാത്രയ്ക്കാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ, വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ, വേദപുസ്തക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ വായനകളുടെ, പഠനങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ സംഭവിക്കേണ്ടത്. യേശു കർത്താവ് എമ്മൗസിലേക്കുള്ള യാത്രയിൽ, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വളരെ ദീർഘമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, വളരെ ദീർഘമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് യേശു കർത്താവ് ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കുന്നതിനെ കുറിച്ചാണ്. ജീസസ് ഓപ്പൺഡ് their eyes because their eyes were shut to recognize Jesus. യേശു കർത്താവിനെ തിരിച്ചറിയുന്നതിൽ അവരുടെ കണ്ണുകൾ നിരോധിക്കപ്പെട്ടിരുന്നു. എന്നാൽ യേശു കർത്താവുമായി, യേശു കർത്താവിന്റെ സംസാരം, യേശു കർത്താവിന്റെ ഇടപെടൽ, യേശു കർത്താവ് അവരോടൊപ്പം ഭവനത്തിൽ ചെന്ന് അവരോടൊപ്പം അപ്പം നുറുക്കിയ സമയത്ത് അവരുടെ കണ്ണ് തുറന്നു. അപ്പം നുറുക്കലുകളിൽ തുറക്കപ്പെടേണ്ടുന്ന കണ്ണുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. വി നീഡ് ന്യൂ വിഷൻസ്. ദർശനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ദർശനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കുമ്പോഴാണ്. കർത്താവിന്റെ സാന്നിധ്യത്താൽ നമ്മൾ കാഴ്ചകൾ കണ്ടു തുടങ്ങുന്ന ഇടത്താണ് നമുക്ക് പുതിയ ദർശനങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും സഭയ്ക്കും, സഭകൾക്കും, കുടുംബങ്ങൾക്കും, വ്യക്തികൾക്കും ദർശനങ്ങൾ ആവശ്യമാണ്. വി നീഡ് വിഷൻസ്. ദർശനങ്ങളാണ് സഭയെയും സമൂഹത്തെയും മുൻപോട്ട് നയിക്കുന്നത്. ആ ദർശനങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നവൻ ക്രിസ്തുവാണ് എന്ന് എമ്മൗസിലെ ഈ രണ്ട് ശിഷ്യന്മാരുടെ ജീവിതാനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷമായിരുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് അതിന് 33-ാമത്തെ വാക്യം, 33 മുതൽ 35 വരെയുള്ള വാക്യം. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി
എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഈ ഒരു വിവരണം യഥാർത്ഥത്തിൽ കൾമിനേറ്റ് ചെയ്യുന്നത്, അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് എമൗസിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാർ ആ രാത്രിയിൽ തന്നെ തിരിച്ച് യെരുശലേമിലെത്തി അവിടെയുള്ള മറ്റ് ശിഷ്യന്മാരുമായി ചേർന്ന് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നതിലാണ്. We need a perfection of fellowship, a completion of fellowship at the end of this narrative. ഈ ഒരു വിവരണത്തിന്റെ അന്ത്യത്തിൽ കൂട്ടായ്മ ബന്ധത്തിന്റെ ഒരു പരിപൂർണത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. See, everything started with a break in relationship, in fellowship. എല്ലാം ആരംഭിക്കുന്നത്, ഈ ഒരു വിവരണം ആരംഭിക്കുന്നത് കൂട്ടായ്മ ബന്ധത്തിന്റെ തകർച്ചയിൽ നിന്നാണെങ്കിൽ, ഈ വിവരണം അവസാനിക്കുന്നത് എവിടെയെല്ലാം എങ്ങനെയെല്ലാം ഈ കൂട്ടായ്മ ബന്ധങ്ങൾ തകർന്നു പോയോ ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന, തകർന്ന ബന്ധങ്ങളിലേക്ക്, ഇറങ്ങിപ്പോയ ഇടങ്ങളിലേക്ക്, ബന്ധങ്ങൾ വേണ്ട എന്ന് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ഇടങ്ങളിലേക്ക് ഇവർ മടങ്ങി വന്ന് അവർ തങ്ങളുടെ ഈ ഇടവേളകളിൽ അവർക്കുണ്ടായ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ഒരുമിച്ച് കൂടിയിരുന്ന് പൊതുവായി പറയുന്ന ഇടത്താണ്. Fellowship is a common ground, a common space that brings all of us, all our lives together. കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു സഭയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ, നമ്മളെല്ലാം ഒരു പൊതുവായ ഇടത്തേക്ക്, ഒരു പൊതുവായ ബോധ്യത്തിലേക്ക്, ഒരു പൊതുവായ ധാരണയിലേക്ക് വരുന്ന ഇടത്താണ്. കൂട്ടായ്മകൾ സാധ്യമായി തീരണമെങ്കിൽ we should have common experience of Christ involving in our lives. Fellowship will happen when we begin to talk about our common experiences. യേശു കർത്താവ് നമ്മുടെ വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങളിൽ നമുക്ക് വെളിപ്പെട്ടു വന്നതിനെ കുറിച്ച് ഒരുമിച്ച് നമ്മൾ പങ്കുവെക്കുന്ന ഇടങ്ങളിലാണ്, ആ പൊതു അനുഭവങ്ങളുടെ പങ്കുവെക്കലുകളിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഇടത്താണ് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്, കൂട്ടായ്മകൾ നിലനിൽക്കുന്നത്. And this is what happened at the end of this narrative. നമ്മൾ അതിനൊരു കൂട്ടിച്ചേർക്കൽ കൂടെ വായിക്കുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവ് അവർക്ക് പ്രത്യക്ഷമായതിനെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും ഒക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് we need or we see the presence of Jesus, the coming of Jesus to complete, to perfect their fellowship. ആ കൂട്ടായ്മയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു അവരുടെ കൂട്ടായ്മയിലേക്ക്, കൂടിച്ചേരലിലേക്ക്, ഒത്തുകൂടലിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ അവിടെ കാണുന്നുണ്ട്. ആ ഭാഗം നമ്മൾ മറ്റൊരു അനുഭവത്തിൽ, മറ്റൊരു സന്ദർഭത്തിൽ അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ആ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ, അല്ലെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിച്ചേർന്ന് അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അതിൽ പ്രചോദിതരായി നമ്മൾ ഒരുമിച്ച് കൂടി അത് പങ്കുവയ്ക്കുന്ന ഇടങ്ങളിലേക്കാണ് ക്രിസ്തു ആഗമിക്കുന്നത്. ഫെലോഷിപ്പ് can invoke the presence of God in our midst. കൂട്ടായ്മകളാണ്, കൂടിച്ചേരലുകളാണ്, കടന്നുവരവുകളാണ് യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ, യേശു കർത്താവിന്റെ ആഗമനങ്ങളെ നമ്മുടെ കൂട്ടായ്മകളിൽ സാധ്യമാക്കി തീർക്കുന്നത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു കൂട്ടായ്മ സമൂഹമായിട്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുവാനും
കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുന്ന സമൂഹങ്ങളായി തുടരുവാനും തീരുവാനുമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെക്കുറിച്ച്, ദൈവജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പൊതുവായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, they were all doubted the fact of resurrection. അവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യത്തെ അവര് ആദ്യം സംശയിച്ചു. Will it happen? അതൊരു സത്യമായിരിക്കുമോ? അങ്ങനെ സംഭവിക്കുമോ? അതല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആ അനുഭവത്തെ കുറിച്ച് പങ്കുവെച്ചപ്പോൾ, ആ യാഥാർത്ഥ്യം അവരോട് അറിയിച്ചപ്പോൾ അവരതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഇടത്താണ് കൂട്ടായ്മകൾ സാധ്യമാകുന്നത്. അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ഇടത്താണ് കൂട്ടായ്മ ബന്ധങ്ങൾ തകരുന്നത്. സഭ, കുടുംബങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ടത് ഇതാണ്. നമ്മളത് വായിക്കുന്നുണ്ട്. എവറിഥിങ് സ്റ്റാർട്ടഡ് വിത്ത് എ ബ്രേക്ക് ഇൻ ദെയർ റിലേഷൻഷിപ്സ്, ഇൻ ദെയർ ഫെലോഷിപ്സ്. അവർ യെരുശലേമിൽ ഒരുമിച്ചായിരുന്നു, പക്ഷേ കുരിശ് അവരെ തകർത്തു. അത് മാത്രമല്ല, പുനരുത്ഥാനത്തെ കുറിച്ച് ഈ സ്ത്രീകൾ അവരോട് പറഞ്ഞ സംഭവങ്ങൾ, അവരുടെ അനുഭവങ്ങൾ അവരോട് വിവരിച്ചപ്പോൾ അതിനെ അംഗീകരിക്കാൻ, അതിൽ വിശ്വസിക്കാൻ, അതിൽ ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. അത് ആത്യന്തികമായി അവർ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തെ, കൂടിച്ചേരലിനെ ആഴമായി, സാരമായി ബാധിച്ചു. We see people are going into different directions. പല ഇടങ്ങളിലേക്ക്, പല ലക്ഷ്യങ്ങളിലേക്ക്, പല സ്ഥാനങ്ങളിലേക്ക് ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യ സമൂഹം ചിതറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇവർക്ക് പ്രത്യക്ഷമായി വഴിയിലുടനീളം അവരോട് സംസാരിച്ചും സംവേദിച്ചും കൊണ്ടിരുന്നു. ഒടുവിൽ അവരുടെ ഭവനത്തിൽ പോയി അവരോടൊപ്പം അത്താഴം കഴിച്ചു. ആ സമയത്ത് അവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, ജീവിതത്തെ കുറിച്ചുള്ള, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. അവർ ആ രാത്രിയിൽ തന്നെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. So they were all tied up with a common thread of accepting the fact of resurrection. കൂട്ടായ്മ ബന്ധങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ, സഭയിൽ കൂട്ടായ്മ ശക്തിപ്പെടണമെങ്കിൽ, സഭയിൽ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടണമെങ്കിൽ, അവർ തമ്മിലുള്ള ഒരുമ ബലപ്പെടണമെങ്കിൽ നമുക്ക് പരസ്പരം അംഗീകരിക്കാനായിട്ട് സാധിക്കണം. Life will not be easy when you live in doubts. ഈ സംശയത്തിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അവിശ്വസ്തതയിൽ, അൺഅക്സെപ്റ്റൻസിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ, ഈ 2 ശിഷ്യന്മാർ മാത്രമല്ല, അവിടെ കൂടിയിരുന്ന ഒട്ടുമിക്ക ആളുകളും ഈ സ്ത്രീകൾ തങ്ങൾക്ക് യേശു കർത്താവ് പ്രത്യക്ഷനായെന്നും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള സന്ദേശത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. They were in absolute negation. അവരെതിർത്തു, അവരതിനെ നിരസിച്ചു, അവരതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഏറ്റെടുക്കാനും കഴിയാത്ത ഇടങ്ങളിൽ സഭ തകരും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ആ സ്ത്രീകള് വളരെ ജെന്യൂൻ ആയിട്ടാണ് അവർ പെരുമാറിയത്. They were not trying to impose. അവര് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് അവരതിനെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അത് വേറൊരു സാഹചര്യമാണ്. ഒരു വലിയ സമൂഹം മുഴുവൻ ഈ സ്ത്രീകൾ കൊണ്ടുവന്ന കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്ദേശത്തെ അംഗീകരിക്കാതെ അതിനെ നിരസിക്കുമ്പോൾ women were not in a position to enforce their experience. And they did not enforce their experience. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ അക്സെപ്റ്റൻസിന് ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത് when we try to enforce our experience, our opinions and our visions
on a community, then there is always chances of negations. അല്ലെ, പലപ്പോഴും നമ്മൾ എൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കും, നമ്മളതിനെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഒരു വിശ്വാസ സമൂഹത്തിൽ ഈ അടിച്ചേൽപ്പിക്കലുകൾ അപകടകരമാണ്. മറിച്ച് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കുറിച്ച്, മറ്റുള്ളവരുടെ ജ്ഞാനത്തെയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാനും അതിലെ നന്മകളെയൊക്കെ സ്വീകരിക്കാനും ആ നന്മകളെയൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് സമവായത്തോടുകൂടെ മുൻപോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ തയ്യാറാകുന്ന ഇടങ്ങളിലാണ് സഭയും കുടുംബ ജീവിതങ്ങളും ഒക്കെ ശക്തിപ്പെടുന്നത്. ഇന്നത്തെ കുടുംബ ജീവിതത്തിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഭർത്താവിന്റെ ആഗ്രഹങ്ങളോ ഭാര്യയുടെ ആഗ്രഹങ്ങളോ ഒന്നും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മാതാപിതാക്കളായിരിക്കുമ്പോൾ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളുടെ മേൽ പല കാര്യങ്ങളും എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ സ്വതന്ത്രമായും വ്യത്യസ്തരായും ഒക്കെ ജീവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള, നമ്മളുടെ ഒക്കെ അവകാശത്തെ കുറിച്ചുള്ള, നമ്മളുടെ ഒക്കെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ ചലിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Enforcements will definitely, invite rebelliousness. പക്ഷെ ആ സ്ത്രീകൾ റിബൽ ചെയ്തില്ല. They were silent. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു, Christ is coming in defense of their experience. See, ഈ വിവരണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സ്ത്രീകൾ ഈ ശിഷ്യന്മാരോട് പറഞ്ഞതും ഈ ശിഷ്യന്മാർ നിരസിച്ചതുമായ അവരുടെ സുവിശേഷത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി, തെളിവിനു വേണ്ടി, അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടി പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ഈ നിരസിച്ചവരെ ഓരോരുത്തരെയും പേരുപേരായി തേടി വരുന്നതിനെ കുറിച്ചാണ്. Christ will definitely come in defense of us when we don't enforce ourselves. അത് വേറൊരു അപ്രോച്ചാ, അത് വേറൊരു സമീപനമാണ്. യേശു കർത്താവ് ഈ നിരസിച്ചവരിലേക്കൊക്കെ വ്യക്തിപരമായി ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈരണ്ടായും കൂട്ടമായും ഒക്കെ കടന്നു വരുന്നു. in order to attest, in order to clarify, in order to underline the testimony of this women. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റെടുക്കാൻ, നമുക്ക് അംഗീകരിക്കാൻ, നമ്മൾക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ നമ്മൾ നിരസിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നെങ്കിൽ, നമ്മൾ എന്തിനൊക്കെയാണോ നിരസിച്ചിട്ടുള്ളത്, എന്തിനെയൊക്കെയാണോ നിഷേധിച്ചിട്ടുള്ളത്, എന്തിനോടൊക്കെയാണോ നമ്മൾ മത്സരിച്ചിട്ടുള്ളത്, അതിനോടൊക്കെ അനുരഞ്ജനപ്പെട്ടുകൊണ്ട് മാത്രമേ, അതിനോടൊക്കെ താതാത്മ്യപ്പെട്ടുകൊണ്ട് മാത്രമേ കൂട്ടായ്മ ബന്ധങ്ങൾ ശക്തിപ്പെടുകയുള്ളൂ. Because there is justice. If it is justice, if it is truth, if it is reality, then we should have that openness to accept the reality. ഇവിടെ ഈ ശിഷ്യന്മാര് എമ്മൗസിലേക്കുള്ള യാത്രയിൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ തിരിച്ചറിഞ്ഞപ്പോൾ, അനുഭവിച്ചറിഞ്ഞപ്പോൾ, യേശു കർത്താവ് ആ പാവപ്പെട്ട സ്ത്രീകൾ അന്നേ ദിവസം രാവിലെ വന്ന് തങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ they went back. നമുക്കൊരു വലിയ കുഴപ്പമുണ്ട്. തിരിച്ചറിവുകൾ നമ്മളെ തിരിച്ചുപോക്കുകൾക്ക് പ്രാപ്തിപ്പെടുത്തും. നമ്മൾ പറഞ്ഞ we hang on to our own mistakes. നമ്മളിങ്ങനെ നമ്മൾ പറഞ്ഞെടുത്ത് കിടന്ന് കടിച്ചു തൂങ്ങും. അവിടെ കിടന്ന് ന്യായീകരിച്ച് നമ്മൾ മെഴുകും. നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, വീഴ്ച പറ്റിപ്പോയി, ഞാൻ അതിനെ അംഗീകരിക്കേണ്ടതായിരുന്നു എന്ന് പറയാനുള്ള സൗമനസ്യം, ഹൃദയവിശാലത പലപ്പോഴും സഭയ്ക്കില്ല. We continue to justify the wrong that we have committed. പക്ഷേ ഈ ശിഷ്യന്മാരെന്താണെന്നറിയാമോ? അവർക്ക് മനസ്സിലായി, ഇന്ന് പ്രഭാതത്തിൽ ആ സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണ്. ജീസസ് ഈസ് റിയലി റിസറക്റ്റഡ്. They went back.
ഇന്ന് സഭയ്ക്കില്ലാതെ പോകുന്നതും അതാ. ശുശ്രൂഷ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നതും അതാ. നമ്മൾ ന്യായീകരിച്ച് വിശദീകരിച്ച് നമ്മൾ ആകെ സൂപ്പാകും. If we realize that we were wrong, better confess, I was wrong. You were right. നിങ്ങൾ ശരിയായിരുന്നു, നിങ്ങൾ പറഞ്ഞതായിരുന്നു സത്യം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ ചില ബോധ്യങ്ങൾ, എൻ്റെ ചില ധാരണകൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചും നിങ്ങൾ കൊണ്ടുവന്ന സുവിശേഷത്തെക്കുറിച്ചും ഒക്കെയുള്ള എൻ്റെ ധാരണകൾ തെറ്റി. പക്ഷേ now I realize what you have shared with us is right. That was the truth. I was wrong. നമ്മുടെയൊക്കെ ജീവിതം എത്ര ശ്രേഷ്ഠമാകുമെന്നറിയാമോ? ആ മടങ്ങിപ്പോക്കലുകൾക്ക്, ആ തുറന്ന മനോഭാവങ്ങളിലേക്ക് നമുക്ക് വരുവാൻ കഴിയുമെങ്കിൽ. ഈ ശിഷ്യർ മടങ്ങിച്ചെന്നു. അവിടെ നമ്മൾ വായിക്കുന്നു. കർത്താവിനെ നമ്മൾ ഓർക്കണം. കർത്താവ് എങ്ങനെയാണ് വ്യക്തിപരമായി നമ്മളെ തേടി വന്ന് നമ്മുടെ സംശയങ്ങളെയും നമ്മുടെ നിരാകരണങ്ങളെയും ഒക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കർത്താവിന്റെ സമീപനം, നമ്മളോടുള്ള സമീപനങ്ങൾ എത്ര സൂക്ഷ്മമാണ്. He is not neglecting the negligible. ഒഴിവാക്കാവുന്ന, വിട്ടുകളയാവുന്ന ഏറ്റവും ചെറുതിനെ പോലും യേശു വളരെ ശ്രദ്ധയോടുകൂടെ ശുശ്രൂഷിക്കുന്നുണ്ട്. സഭ തിരിച്ചറിയേണ്ടത് അതാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അതാണ്. സെർവിങ്, മിനിസ്റ്ററിങ് ദ നെഗ്ലിജിബിൾ. ഒഴിവാക്കാവുന്നവരെ, ഒഴിവാക്കപ്പെടുന്നവർക്കുള്ള ശുശ്രൂഷ. അവര് മടങ്ങിപ്പോയപ്പോ അവിടെ എന്താ കഥ? അവിടെ പറയുന്നത് എന്താണ്? കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. എന്താ സംഭവിച്ചത്? ഇവര് മാത്രമല്ല, ഇവരെ ഇവിടെ തിരുത്തിയപ്പോ അവിടെ അവരെയും കർത്താവ് തിരുത്തി. ദൈവത്തിന്റെ തിരുത്തൽ സൈമൾട്ടേനിയസ്ലിയാ. എമൗസിലേക്കുള്ള യാത്രയിൽ ഈ ശിഷ്യന്മാർ തിരുത്തപ്പെട്ടപ്പോൾ അതേ സമയത്ത് സമാന്തരമായി നമ്മൾ കാണുന്നു ശിമോനെയും കൂട്ടരെയും 11 അവിടെയും കർത്താവ് തിരുത്തുന്നു. See, transformation can happen anywhere at any time, maybe on same time. ഒരേ സമയങ്ങളിൽ സമാന്തരമായി വ്യക്തികളുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു. അവരുടെ ദർശനങ്ങൾ മാറുന്നത് ഒരു ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. Because Jesus in constant communion with everyone and everywhere. എല്ലായിടത്തും എല്ലാവരോടും ഒരേ സമയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. That is how we need to celebrate the common experience of fellowship. അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പറഞ്ഞു. ഇവരും ചെന്ന് അവരുടെ അനുഭവവും പറഞ്ഞു. അവർക്കും പറയാനുള്ളത് യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷമായി എന്നാണ്. പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു എന്നോട് ഇടപെട്ടു. ഞങ്ങളോട് കൂടെ എമ്മൗസിലേക്ക് വന്നു. ഞങ്ങളോട് കൂടെ ഭക്ഷണം കഴിച്ചു. ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളെ ശാസിച്ചു. ഞങ്ങളെ തിരുത്തി എന്നിവർ പറയുകയാണ് അവിടെ. എത്ര മനോഹരമായ ഒരു ചിന്തയാണ്. ഇവരുടെ അതേ അനുഭവം തന്നെ അപ്പുറത്തും ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഉണ്ടാകും. ഡു വി ഹാവ് ദിസ് കോമൺ എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്സ്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, നമുക്കൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ഒരു പൊതുവായ അനുഭവത്തെക്കുറിച്ച് ദൈവം നമ്മളെ നടത്തുന്ന, ദൈവം നമ്മളോട് സംസാരിക്കുന്ന, നമ്മളിലെ പാപങ്ങളെ, നമ്മളിലെ വിശ്വാസരാഹിത്യത്തെ, നമ്മളിലെ
മത്സരങ്ങളിലെ, നമ്മളിലെ അനൈക്യങ്ങളിലെ, നമ്മളിലെ ഇറങ്ങിപ്പോക്കലുകളെ, നമ്മളിലെ പുറത്തു പോകലുകളെ ഒക്കെ തിരുത്തുന്ന അനുഭവം നമുക്കൊക്കെ പങ്കുവയ്ക്കുവാനുണ്ടോ? വാട്ട് ഡു വി ഷെയർ വെൻ വി മീറ്റ്? അതൊരു വലിയ ചോദ്യമല്ലേ? യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് നമ്മളുടെ കൂട്ടായ്മയുടെ പൊതുവായ അനുഭവം നമുക്ക് പറയാനായിട്ടുള്ളത്? ഇവിടെ they were bound, they were tied together with common experience. അവര് ഒരുമിച്ച് ഈ പൊതുവായ അനുഭവങ്ങൾ കൊണ്ട് കൂട്ടിക്കെട്ടപ്പെട്ടവരായിരുന്നു. പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞത് അവരെ യോജിപ്പിച്ചു. സഭയ്ക്ക് ഇന്ന് ഈ പൊതു അനുഭവമില്ല. പൊതുവായിട്ടുള്ള പാട്ടുപാടി എന്ന് പറഞ്ഞാലും, കോമൺ ആയിട്ടുള്ള നമ്മുടെ ആരാധനയിൽ നമ്മൾ പങ്കെടുത്തു എന്ന് പറഞ്ഞാലും, ഒരേപോലത്തെ ഒരേ പ്രസംഗം തന്നെ ഒരേ സ്ഥലത്തിരുന്ന് നമ്മൾ കേട്ടു എന്ന് പറഞ്ഞാലും, വി ഫെയിൽ ടു കം ഓൺ ടു ദിസ് കോമൺ ഗ്രൗണ്ട് ഓഫ് എക്സ്പീരിയൻസ്. നമുക്ക് ഈ പൊതുവായ അനുഭവത്തിന്റെ തലത്തിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആങ്സൈറ്റികളും നമ്മുടെ നിരാശകളും നമ്മുടെ ഫ്രസ്ട്രേഷൻസും കോമൺ അല്ല എന്നുള്ളതാണ്. ഉണ്ടോ? പൊതുവായ ചില വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സങ്കടപ്പെടാൻ പറ്റണം. നമ്മളെ അലട്ടുന്ന, നമ്മുടെ സഭയെ അലട്ടുന്ന, നമ്മുടെ വിശ്വാസ ജീവിതത്തെ അലട്ടുന്ന, നമ്മുടെ ഓരോ കുടുംബങ്ങളെയും അലട്ടുന്ന ചില പൊതുവായ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പൊതുവായി സങ്കടപ്പെടാൻ പറ്റണം. അതിനാണ് ഈ പ്രാർത്ഥനയുടെ ഒക്കെ ഒരു പ്രസക്തി. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് അതിനാണ്. എനിക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, സഭയോട് പറയുന്നത് ആ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമാണ്. ബിക്കോസ് നമ്മളുടെ നിരാശകൾ, ഒരു വ്യക്തിയുടെ വേദന, ഒരു വ്യക്തിയുടെ സങ്കടം, ഒരു വ്യക്തിയുടെ പ്രയാസം, നമ്മളത് സഭയുടേതായിട്ട് ഏറ്റെടുക്കുകയാണ്. We share the frustrations. We share the desperations. And it is only when we share the desperations and frustrations we have the common experience. നമുക്കൊരു പൊതുവായ അനുഭവം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മള് ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് കൂടി വരുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ അതിനെ നമുക്ക് ഏറ്റെടുക്കാൻ, അതിൽ പങ്കാളികളായി തീരാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ഇടത്താണ് കൂട്ടായ്മകൾ ഉണ്ടാകുന്നത്, കൂടിച്ചേരലുകൾ ഉണ്ടാകും. കാരണം ആ കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞവർക്കെല്ലാം പറയാനുണ്ടായിരുന്നത്, ഞാനും പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ അനുഭവിച്ചു, അവൻ എന്നോടും ഇടപെട്ടു എന്നാണ്. എനിക്ക് പറയാനുള്ളത് ഈ പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചാണ്. കാരണം അവരെല്ലാം ഒരേപോലെ അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു. കാരണം അവരുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അവരെല്ലാവരെയും ഒരേപോലെ സംശയിപ്പിച്ചു, ഒരേപോലെ വെല്ലുവിളിച്ചു. And they were worried, they were frustrated, and they were talking about their worries and frustrations. അപ്പോൾ അവരിലേക്കെല്ലാം, എവിടെയെല്ലാം ആയിരുന്നോ, ഏതെല്ലാം സാഹചര്യങ്ങളിലായിരുന്നോ, അവിടെയെല്ലാം പുനരുദ്ധാനം ചെയ്ത കർത്താവ് അവരിലേക്ക് കടന്നു വന്ന് അവരോട് ഇടപെട്ട് അവരുടെ സംശയങ്ങൾ, അവരുടെ നിരാശകളൊക്കെ മാറ്റി അവർ സന്തോഷത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ ഒരുമിച്ച് കൂടി വരുന്നു. അത് മാത്രമല്ല, അവരൊരുമിച്ച് കൂടുക മാത്രമല്ല, ഈ ഒരു പൊതു അനുഭവത്തിൽ, പൊതുവിവരണത്തിൽ, പൊതു സാക്ഷ്യത്തിൽ, പൊതു സത്യത്തിൽ, പൊതുവിശ്വാസത്തിൽ അവർ എത്തിച്ചേർന്നപ്പോൾ നമ്മളവിടെ കാണുന്നത്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ നിന്നു എന്ന് നമ്മൾ പറയും. He was very much there. He comes there into their fellowship. യേശു കർത്താവ് അവരുടെ കൂടിവരവിലേക്ക്, കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നു. അവരിൽ ബാക്കി ഉണ്ടായിരുന്ന
അവരിൽ അവശേഷിച്ചിരുന്ന അവരുടെ സംശയങ്ങളെയും അവരുടെ സംഘർഷങ്ങളെയും അവരുടെ സങ്കടങ്ങളെയും ഒക്കെ പരിപൂർണമായി ദൂരീകരിക്കുന്നു. Our faith will be clarified only when we have fellowships in our lives. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടണമെങ്കിൽ അത് കൂട്ടായ്മയിലാണ്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നത്. അല്ലാതെ ഒരുമിച്ച് കൂടിയിരുന്ന് കുറെ പുസ്തകം വായിച്ചത് കൊണ്ടോ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് കൊണ്ടോ നമ്മുടെ സംശയങ്ങളും നമ്മുടെ സംഘർഷങ്ങളും ഒക്കെ മാറുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഇൻ ഫെലോഷിപ്സ് അവർ ഫെയ്ത്ത് ആർ ക്ലാരിഫൈഡ്. കൂട്ടായ്മ ബന്ധത്തിലാണ് നമ്മുടെ വിശ്വാസം കൂടുതൽ ഉറപ്പിക്കപ്പെടുന്നത്, കൂടുതൽ തെളിച്ചമുള്ളതാകുന്നത്, കൂടുതൽ നേർമ്മയുള്ളതാകുന്നത്. നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിശ്വാസത്തിന്റെ തെളിച്ചത്തിന്, വിശ്വാസത്തിന്റെ ഉറപ്പിക്കലിന്, ശക്തീകരണത്തിന് മുഖാന്തരമാകണം. അതിനാണ് കൂട്ടായ്മകൾ. തമ്മിൽ തല്ലിപ്പിക്കാനും കൂട്ടിയടിപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതുമൊക്കെ പറഞ്ഞ് അകലാനും ഒന്നുമല്ല. അത് വിശ്വാസത്തിന്റെ ശക്തീകരണത്തിനും വിശ്വാസത്തിന്റെ തെളിച്ചത്തിനുമാണ്. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ്, then we need fellowship. We need to talk our confusions, our frustrations, our doubts. We need to share our experiences. അങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പറയുന്ന ഇടത്താണ് ക്രിസ്തു കൂടുതൽ വിശ്വാസ തെളിച്ചം നമുക്ക് നൽകുന്നത്, വിശ്വാസത്തിന്റെ കൂടുതൽ ഉറപ്പിക്കലുകൾ നമുക്ക് നൽകുന്നത്. ഈ ഭാഗം നമ്മളോട് പറയുന്ന സുവിശേഷം അതാണ്. സഭ ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ ശക്തീകരണത്തിനാണ്. കൂടുതൽ തെളിച്ചത്തോടുകൂടെ, ഉറപ്പോടുകൂടെ കർത്താവിനെ ഏറ്റെടുക്കുവാൻ, കർത്താവിന്റെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമ്മുടെ കൂട്ടായ്മകളിലൂടെ നമുക്ക് കഴിയണം. കൂടുതൽ സമർപ്പിക്കപ്പെട്ടവരായി ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ ശോഭിക്കുവാൻ നമ്മുടെ കൂടിവരവുകളിലൂടെ, കൂട്ടായ്മകളിലൂടെ നമ്മൾ സജ്ജമാകണം. അതിന് നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഓൺലൈൻ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒക്കെ മുഖാന്തരമാകണം. This should all draw us more close to Christ. ക്രിസ്തുവിനോട് കൂടുതൽ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ മുഖാന്തരമാകണം. കർത്താവായ യേശു ക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിന് ശേഷം ഈ ശിഷ്യ സമൂഹത്തിന് പലയിടങ്ങളിലായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ, തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ, അതിലൂടെ കർത്താവ് സഭയോട്, നമ്മൾ ഓരോരുത്തരോടും പറയുന്നത്, we need to be firm and strong in our faith. We need to have common experiences of frustrations and fellowships, visions and hopes. അതാണ് നമ്മളെ കൂട്ടിച്ചേർക്കേണ്ടത്. നമ്മുടെ സഭകൾ അത്തരത്തിലുള്ള ആത്മീയ കൂട്ടങ്ങളും കൂട്ടായ്മകളുമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽവേളയ്ക്കായി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് വിശ്വാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ സംശയങ്ങളിൽ, അവരുടെ ആകുലതകളിൽ, അവരുടെ നിരാശകളിൽ കർത്താവെ നീ കടന്നു വരണമേ. കർത്താവെ, നീ അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ കൂടുതൽ ഉറപ്പിക്കണമേ. ഞങ്ങളെ ശക്തീകരിച്ച് അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളെയും ഭാരപ്പെടുന്നവരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. അവിടുന്ന് സന്ദർശിച്ച് അവർക്ക് സൗഖ്യവും ആശ്വാസവും വിടുതലും നൽകണം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടെ ഏറ്റെടുത്തതിനായി സ്തോത്രം. ഇന്ന് ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാറ് ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശേഷിച്ച് എന്ന പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ അഞ്ജുവിനോടും സങ്കീർത്തനം വായിച്ച ജെസ്സി ആൻഡിയോടും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച നീതുവിനോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. അടുത്ത ആഴ്ച ഓഗസ്റ്റ് 15 പള്ളിയിൽ രാവിലെ 9 മണിക്ക് ഫ്ലാഗ് ഹോസ്റ്റിംഗ് പോലെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. എങ്കിലും 10:30 മണിക്കാണല്ലോ നമ്മുടെ പ്രാർത്ഥന. കഴിയുന്നിടത്തോളം 10:30 മണിക്ക് നമുക്ക് ആരംഭിക്കാം എന്ന് കരുതുന്നു. ഇല്ലെങ്കിലും 10-15 മിനിറ്റ് ലേറ്റ് ആയാലും നമുക്ക് പ്രാർത്ഥന ഉണ്ടാകും. എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അടുത്ത ആഴ്ചയിൽ പാട്ടുപാടുന്നതിനും സങ്കീർത്തനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമുക്ക് ഓരോരുത്തരെ ആവശ്യമുണ്ട്. ദയവായിട്ട് വേഗം വേഗം പറഞ്ഞാട്ടെ. ആദ്യം പാട്ടുപാടുന്നത് ആരാണ്? എളുപ്പം പറഞ്ഞാട്ടെ. അച്ഛാ ഞാൻ പാടാം. മിഥുൻ. യെസ്. സങ്കീർത്തനം 49, സാം 49. അച്ഛാ ഡയാന വായിക്കാം. ഡയാന. യെസ്. ഡയാന. യെസ്. പ്രാർത്ഥന. പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്കാണ് നീണ്ട മൗനം. പ്രാർത്ഥനയ്ക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു സ്കൂൾ തുടങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. എളുപ്പം പറഞ്ഞാട്ടെ. അച്ഛാ ക്ഷമിച്ചാൻ പ്രാർത്ഥിക്കാമെന്ന്. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഷിബുച്ചാൻ വർഗീസ് എബ്രഹാം. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. നമുക്ക് പുതിയ പുതിയ ആളുകളൊക്കെ ശുശ്രൂഷയിൽ വരുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച നമുക്ക് കാണാം.